നമസ്തേ, ആപ് സभी को हमारे ചാനൽ पर हार्दिक स्वागत. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഹിന്ദിയിലെ 10 പര്യായപദങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അമൃത്. അമൃത് എന്ന് പറഞ്ഞാൽ അമൃതം. മധു, സോം, സുർഭോഗ്, പീയൂഷ്, ജീവനോദക് ഇവയെല്ലാം അമൃതിൻ്റെ പര്യായപദങ്ങളാണ്. ജൽ. ജൽ എന്ന് പറഞ്ഞാൽ ജലം, വെള്ളം. പാനി, നീർ, ആബ്, അബ്, ദ, തോയ്, സലിൽ, ശംബർ, സർവമുഖ് ഇവയെല്ലാം ജലത്തിൻ്റെ പര്യായപദങ്ങളാണ്. 2 വീതമെങ്കിലും നമ്മൾ പഠിച്ചു വെക്കുക. ഓക്കെ. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം. ജലത്, നീറത്, മേഘ്, വാരിത്, ഖൻ, പയോത്, പയോധർ, ജൽധ. വിഷ് എന്ന് പറഞ്ഞാൽ വിഷം. സഹർ, മാഹുർ, ഗരൾ ഇവയെല്ലാം വിഷത്തിൻ്റെ പര്യായപദങ്ങളാണ്. ഒരേ മീനിങ് വരുന്ന പദങ്ങളെയാണ് നമ്മൾ പര്യായപദങ്ങളെന്ന് പറയുന്നത്. ഓക്കെ. ലഹർ. ലഹർ എന്ന് പറഞ്ഞാൽ തിരമാല. തരംഗ്, ഉർമി, വിജി, ഹിലോർ, ലഹരി. നാവ് എന്ന് പറഞ്ഞാൽ തോണി. നൗക, പതംഗ്, നയ്യ, തരി, തരണി. നൗക എന്ന് പറഞ്ഞാൽ തോണി. സമുദ്ര. സമുദ്രം. സാഗർ, ജലധി, വാരിധി, പാരാവർ, അർണബ്, അബ്ധി. നദി എന്ന് പറഞ്ഞാൽ നദി. സരിത, ശൈലജ, തനുജ, തരംഗിണി, പയസ്വിനി. അപ്പോൾ നദിയുടെ കുറച്ച് പേരുകളാണ്, നമ്മുടെ സ്ത്രീകളുടെ പേരുകളാണ് നദിക്ക് വരുന്നത്. താലാബ് എന്ന് പറഞ്ഞാൽ കുളം, തടാകം എന്നൊക്കെ പറയും. സരോവർ, സർ, സരസി, പുഷ്കർ, താൽ, പത്മാകർ. പർവത്, ഗിരി, പഹാഡ്, ശൈൽ, ധരാധർ, തുംഗ്, അദ്രി ഇവയെല്ലാം പർവ്വതത്തിൻ്റെ പര്യായപദങ്ങളാണ്. ഒരേ മീനിങ് വരുന്ന പദങ്ങളെയാണ് നമ്മൾ പര്യായപദങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഹിന്ദിയിലെ 10 പര്യായപദങ്ങൾ. ധന്യവാദ്.